അനുജൻ തനയനും മിത്രനും ശിനിത്താനും മാങ്ങയില്ല വഴിയിലോട്ട് കേറി നിൽക്കുന്നു. നാട്ടുകാരെ എന്നാ ഞാൻ കിളിച്ച് നിൽക്കുന്നേ കണ്ടോന്നും പറഞ്ഞു. ആളുകൾക്ക് ഇത് കണ്ട അപ്പ വേണം. കറിക്കരിയാനൊന്ന്, അച്ചാറിടാൻ 2, പഴുപ്പിക്കാൻ 3. അവളോട് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നിട്ട് ഇതല്ലേ എന്ന്. മൂദേവി രാവിലെ തന്നെ അവതരിച്ചു വന്ന് നിപ്പുണ്ട് മുന്നിൽ. ഈ നാശം പിടിച്ചവളെ എന്ന് കണി കണ്ടാവും അന്ന് എൻ്റെ കാര്യം പോക്കാം. ഇവിടെ ജനിച്ചന്ന് തുടങ്ങിയതാ ഈ ദുർഘടം പിടിച്ച മോന്ത കാണാൻ തുടങ്ങിയപ്പോ തൊട്ട്. എന്താ ഒന്നുമില്ല. വലിയ കാര്യത്തെ അമ്മയുടെ കയ്യിൽ നിന്ന് ബിസിനസ് തുടങ്ങാനാന്നും പറഞ്ഞു കാശും മേടിച്ച് എന്ത് തുടങ്ങണം ഏത് തുടങ്ങണമെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ. ഒരു പേസ്റ്റ് കമ്പനി തുടങ്ങിയാലോ? അല്ലെങ്കിൽ വേണ്ട, ഇപ്പം തന്നെ 100 എണ്ണം ഉണ്ട്. ക്ലോസപ്പ്, ക്ലോഗ്ലൈറ്റ്, ഓ വലിയ കാർ റെൻ്റൽ പരിപാടി തുടങ്ങിയാലോ? മാരുതി, സുസുക്കി, ബെൻസ്. 30 ലക്ഷം കുണുവയുണ്ട്. മാരുതി, സുസുക്കി, ബെൻസ് 3 കാറ് മേടിക്കാൻ തന്നെ തികയത്തില്ല. എന്തൊരു ദാഹവാ. ദാഹിച്ച് മനുഷ്യനങ്ങ് ഈ ചൂടത്ത് മനുഷ്യൻ ദാഹിച്ചങ്ങ് ഒരു തുള്ളി വെള്ളവും ഇല്ല ഫ്രിഡ്ജിനകത്ത്. ചൂടുവെള്ളമാണ് എടുക്കട്ടെ. ഇത്തിരി ജ്യൂസ് ഉണ്ടാക്കുവോ അച്ഛമ്മേ? ആർക്കാ മോളെ ജ്യൂസ് ഉണ്ടാക്കുന്നേ? ചേട്ടന്. ഭയങ്കര ചൂടാ. ഈ ചൂടിനങ്ങ് ദാഹവാ, പരദാഹവാ. അല്ലേ ഒരു കവൾ എനിക്ക് തരാറുന്നല്ലേ അവക്ക്? ഒരു കവളൊക്കെ എനിക്ക് തരാറുന്നല്ലേ? അമ്മയ്ക്ക് ജ്യൂസ് വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരെ, ഞാൻ അടിച്ചു തരുമല്ലോ. ചുമ്മാ എന്തിനാ അതും ഇതൊക്കെ ഇരുന്നോണ്ട് പറയുന്നത്? എന്നാ എനിക്കൂടി അടിക്കും. അതേ ഉള്ളോ? വീട്ടിലായിരുന്നു ചിക്കൻ വറുത്തൊക്കെ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും. അമ്മേ, ചേട്ടൻ നാളെ തൊട്ട് ജിമ്മിൽ പോകണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അമ്മ തരാമല്ലോ. ജിമ്മിൽ പോകാനുള്ള പൈസ തരുന്നുണ്ട് മോനെ. വീട്ടിലായിരുന്നപ്പോൾ എൻ്റെ ചിലവും കാര്യങ്ങളും എല്ലാം എൻ്റെ അമ്മയാണ് നോക്കിയതേ. എനിക്ക് പണിക്ക് പോവാൻ വയ്യ. പിന്നെ കുറച്ച് പ്രോട്ടീൻ പൗഡറും ചിക്കനും ഒക്കെ വാങ്ങണം. അതിൻ്റെ പൈസ കൂടി തരണേ. പ്രോട്ടീൻ പൗഡർ മേടിക്കാനും പൈസ തരാം. വീട്ടിലായിരുന്നപ്പം അമ്മയാണ് പ്രോട്ടീൻ പൗഡറൊക്കെ മേടിച്ച് തരുന്നത്. അതാ. വീട്ടിലായിരിക്കുമ്പം വറുത്ത മീനോ വറുത്ത ചിക്കനോ ഒക്കെ കാണും. ഇനി വറുത്ത ചിക്കനോ വറുത്ത മീനോ ഒന്നും ഇല്ലാതെ ഈ ഞണ്ടും മാത്രമൊക്കെ കൂട്ടി തിന്നുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മേ. അതുകൊണ്ട് കുറച്ച് കക്കയോ കൊഞ്ചോ ഞണ്ടോ എന്തെങ്കിലും ഒരു വറുത്തത് അതെനിക്ക് വേണം, അല്ലെങ്കിൽ ഞാൻ കഴിക്കത്തില്ല. അമ്മ ഞണ്ട് കുറച്ചുകൂടി എടുത്തോളൂ. ഇവക്ക് ഇത് എന്തോത്തിന്റെ സോക്കേടാ. ഭർത്താവ് മരിച്ചെങ്കിൽ ആ മരിച്ച കണക്കങ്ങ് ഒതുങ്ങി ജീവിച്ചൂടെ? ഈ നാട്ടുകാരെ കൊണ്ട് പറയിക്കണം. ഇവള് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. നിൽക്കുന്നു. ഗുരുമന്ദിരത്തിന്റെ അടുത്തുള്ള വീട്. ശരി. ഇവിടെ വീട്ടിലെ കഥ അറിയാൻ എന്തോ കൊടുക്കണം യൂട്യൂബില്. അച്ചാമ്മയുടെ ഗൂഗിൾ പേക്കകത്ത് പൈസ ഉണ്ടോ? 500 രൂപ.
ആ ഗൂഗിൾ പേ ഉണ്ട്. അല്ല അതിനകത്ത് പൈസ ഉണ്ടോ? അതാ. തരൂ, ഞാൻ ഉടനെ തന്നെ തിരിച്ചു തരാം കേട്ടോ. ഒരു സാധനം വരും. എന്താവശ്യം ഉണ്ടായാലും അച്ഛമ്മ എടുത്ത് വന്നാൽ മതി. അച്ഛമ്മയുടെ ഫോണിനകത്തും പൈസയുണ്ട്, ബാങ്കിനകത്തും പൈസയുണ്ട്. ഫോണിലെ പൈസ തീരുവാണെങ്കിൽ ബാങ്കിൽ നിന്ന് എടുക്കാം. മക്കളും ഉണ്ട്, എന്തോന്ന് വെച്ചാ മേടിക്ക്. ദൈവമേ, ചെറുക്കൻ ഇനി ഓരോന്ന് വേണമെന്നെങ്ങാനും പറയൂ. കളവിയുടെ കയ്യിൽ ലക്ഷങ്ങളുണ്ടല്ലോ, പതുക്കെ ചൂണ്ടണം. ദാണ്ടേ ഫോൺ. 500 രൂപ ഞാൻ എടുത്ത്. പിന്നെ വീട്ടിലാണെങ്കിൽ അമ്മയാണേ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത്. അമ്മയായിട്ട് ഇപ്പോൾ പിണക്കമായതുകൊണ്ട് അത് കുഴപ്പമില്ല, അമ്മയോട് ചോദിക്കണ്ട. അവളുമായിട്ട് പിണങ്ങിയിരിക്കുമല്ലേ, അപ്പൊ ചോദിക്കുന്ന നമ്മക്ക് നാണക്കേടാ. മോൻ എന്ത് കാര്യം ഉണ്ടായാലുവേ എന്നോടും പറയാം. പിന്നെ മോൻ്റെ അമ്മായിയമ്മയുടെ കയ്യിലും പൈസയുണ്ട് കേട്ടോ. ശരി, തള്ള ഞാൻ മുതലാക്കും. ഇനി നിനക്ക് ഞാൻ തരാടാ. എത്ര എടുത്തിവൻ. ഇതെന്തോമ്മേ പറുകാല് മാത്രമേ ഉള്ളോ? അവർക്കൊക്കെ കൊടുത്തങ്ങ് തീർന്നു മോളെ. അവരിയ്ക്കുമ്പോ കൊടുക്കണ്ട, ഇതേ ഉള്ളായിരുന്നു. മോരൊഴിക്കട്ടെ മോക്ക്? എനിക്ക് വേണ്ട അമ്മയുടെ മോരൊന്നും. സ്വാതന്ത്ര്യവും പോയി, ആഹാരവും ഇല്ല. പിന്നെ ആ ചെറുക്കന് പിന്നെ വയറ് നിറച്ച് വല്ല കൊടുക്കണ്ടേ? അവനൊരു ആണൊരുത്തനല്ലേ. എന്താ ആണുങ്ങൾക്ക് മാത്രമേ വയറും വിശപ്പും ഉള്ളോ? ഓ, ഞാനൊന്നും മിണ്ടുന്നില്ല അമ്മേ. എനിക്കൊന്നും വേണ്ട, എനിക്ക് മതി അമ്മ. അവർക്ക് അങ്ങ് വെച്ചോണ്ടാക്കി കൊടുക്ക്. 57, 58, 59, 60 മാങ്ങ ഉണ്ടായിരുന്നല്ലോ. 2 എവിടെ പോയി സുധേ? എങ്ങനെയുണ്ട് പോനെ? കറി ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല, കൊള്ളാം. പക്ഷെ എൻ്റെ അമ്മ വയ്ക്കുന്ന അത്രയും വന്നില്ല കേട്ടോ. എൻ്റെ അമ്മേനകത്തൊക്കെ ഗ്രാമ്പൂ ഒക്കെ ചേർത്ത് ഭയങ്കര ടേസ്റ്റാ. മോൻ വീട്ടിലെ കോഴിക്കറിയും കൂട്ടിയെ കഴിക്കത്തോളം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പിന്നെ കൂട്ടിക്കിടന്നൊരു കോഴിയെ പിടിച്ചങ്ങ് കണ്ടിച്ചതാ. എടിപിടിന്ന് ഉണ്ടാക്കിയതാ. ഒരു ഷവർമ ഷോപ്പ് പോട്ടാലോ? അതാവുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഒരു ഷവർമ എടുത്ത്. നൈസ് ഐഡിയ. ഷവർമ കടയെങ്കിൽ ഷവർമ. എന്താണ് ഒരാലോചന? മാറ്. നീ എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലായിരുന്നോ? അതൊക്കെ അങ്ങ് പണ്ട്. ഇപ്പം നിങ്ങൾ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡാ. പക്ഷേ എന്തുവാന്ന് പറഞ്ഞാലും നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. നോട്ട് ഇൻട്രസ്റ്റ്. അങ്ങനെയെങ്കിലും നീ എൻ്റെ അടുത്തൊന്ന് സംസാരിച്ചല്ലോ. നീ ഒരു കാര്യം ആലോചിക്കണം, നമ്മൾ കുറേ വർഷം നല്ല ഫ്രണ്ട്സ് ആയിട്ടിരുന്നവരാ. ആ ഒരു കൺസിഡറേഷനെങ്കിലും നീ എനിക്ക് തരണം. നീ പോവാതെ. ബ്രദർ, ഒൺലി കൺസിഡർ ആസ് എ ബ്രദർ. ഒന്ന് മാറി തരൂ, ഞാൻ പോട്ടെ. ഈ നോറി എന്തിനും എൻ്റെ പുറകെ നടക്കുന്ന മോശം പിടിച്ചു ഓണാന്ന് പറഞ്ഞു വരും. അമ്മേ, അവനോള് പോന്നില്ലയോ? എടി, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അവരിനി ഇവിടെ കാണും. ഇത് നിന്റെ മാത്രം വീടല്ല, അവരുടെയും കൂടി വീടാ. മനസ്സിലായോ? അച്ഛൻ ഈ വീട് പണിഞ്ഞിട്ടപ്പം 2 മക്കൾക്കും ഒരേപോലെ അവകാശം എന്ന് പറഞ്ഞിട്ടാ എന്നെ ഏൽപ്പിച്ചത്. അമ്മ, നമുക്ക് മനസമാധാനത്തോടുകൂടി ജീവിക്കാനുള്ളതാ ഈ വീട്. വല്ലവരെയൊക്കെ പിടിച്ചിവിടെ താമസിപ്പിക്കുന്ന എന്തോയിനാ? അവരിവിടെ കാണും ഇനി അങ്ങോട്ട്. ഒരു വീടുണ്ടായിരുന്നു, ഈ ദുരന്തത്തിൽ നിന്ന് ഇറങ്ങി പോവായിരുന്നു. ഇപ്പം കയ്യിലിരിക്കുന്ന 30 ലക്ഷം രൂപ കൊടുത്തൊരു വീട് മേടിക്കാം. എന്നിട്ട് ആ വീട് വിൽക്കാനുണ്ടെന്ന് ബോർഡ് വെക്കാം. എങ്ങനെ പോയാലും ഒരു 5, 6, 7, 8 ലക്ഷം രൂപ ലാഭം കിട്ടുമ്പോൾ വീട് വിൽക്കാം. അതുവരെ താമസിക്കാൻ വട്ടച്ചിലവിന് എന്തെങ്കിലും ജോലിക്ക് പോവാം. എന്ത് ജോലിക്ക് പോവും? തുണിക്കച്ചവടം നൈസ് ഐഡിയ. അപ്പം പിന്നെ അമ്മയെ അങ്ങോട്ട് കൊണ്ടുപോകാം, സമാധാനമായിട്ട് ജീവിക്കാം. വീടിന് വീടുമായി, ബിസിനസ്സിന് ബിസിനസ്സുമായി. അത് മതി. അത്രയ്ക്ക് ജാട കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താ കാര്യം? ഞാൻ സംസാരിക്കാനല്ലേ വരുന്നത്. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞില്ലേ? എനിക്ക് നിങ്ങളോട് സംസാരിക്കണ്ട. നിങ്ങൾ പണ്ട് എൻ്റെ ഫ്രണ്ട് ആയിരുന്നിരിക്കാം, പക്ഷെ ഇപ്പം നിങ്ങൾ എൻ്റെ ഫ്രണ്ട് അല്ല. എന്താ കയ്യിൽ വിടറോ? വിടറോ എൻ്റെ കയ്യിൽ നിന്ന്. ഫ്രണ്ട്സ് അല്ലായിരുന്നു, പിന്നെന്താ ഇത്ര കാണിക്കും?
ഞാൻ നിങ്ങളുടെ അടുത്തൊരു 100 വട്ടം പറഞ്ഞില്ലേ? എന്തൊരു കഷ്ടം. എന്താ ഇവിടെ? ഇവളെന്നെ കൈ കയറി പിടിച്ചടി. അമ്മേ, അമ്മ ഒന്ന് വന്നേ അമ്മേ. ചേച്ചി ഞാനല്ല, ഈ നാശം ഇയാളെന്നെ പിടിച്ചവള്. കൈ കയറി പിടിച്ചത്. ചേച്ചിന്ന് നീ എന്നെ വിളിക്കരുത്. നീ എനിക്ക് ചേച്ചിയായിരുന്നു, എന്റെ ഭർത്താവിന്റെ കൈ കയറി നീ പിടിക്കത്തില്ല. എന്തുവാടി ഇവിടെ? ഇവള് കാണിച്ച് വൃത്തിയുടെ ഉണ്ടോ? മോക്ക് ആണുങ്ങളെ ഒന്നും കിട്ടാതായപ്പോ എന്റെ ഭർത്താവിന്റെ കൈ കയറി പിടിച്ചേക്കുന്നത്. അമ്മേ, ഞാൻ അങ്ങനെ ചെയ്യത്തില്ല അമ്മേ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഈ ചെറുക്കനെ ഇവളാ ഈ കറുമ്പിയാ കയറി പിടിച്ചത്. കള്ളി. ആളുകളെ കിട്ടാഞ്ഞപ്പറ്റേന് സ്വന്തം സഹോനെ കയറി പിടിച്ചോടി നാറി. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാടി. ഇവളെ അടിച്ചിറക്കി വിട്, ഇറക്കി വിട് ഈ വീട്ടിനകത്തുനിന്ന്. ഓ, ആവലക്ഷണം കെട്ടവള്, വൃത്തി കെട്ടവള്, ഇറക്കി വിടടി ഇവളെ. സത്യം ഞാനല്ലമ്മേ, അയാൾ എന്റെ കൈ കയറി പിടിച്ചത്. മിണ്ടരുത് നീ. ചത്തൂടേടി പോയി, എവിടെയും പോയി ചാവടി. ഇനി നിന്നെ ഈ വീട്ടു പരിസരത്തിൽ കാണരുത്. എൻ്റെ ഭഗവാനെ, ആ ദുർഘടം പിടിച്ചവടെ മോന്ത കാണാതിരിക്കാനാണ് ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. അവളെ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ ഞാൻ എത്ര കാലം കൊണ്ട് പ്രാർത്ഥിക്കുക. അവൾ ജനിച്ചേ പിന്നെ എനിക്ക് ഈ തളർവാദവും അസുഖങ്ങളും വരാൻ തുടങ്ങിയത്. ആ കരിമ്പൂതത്തിൻ്റെ മോന്ത എനിക്ക് കാണാൻ വയ്യ. ഇപ്പം കിട്ടി ഇങ്ങനൊരവസരം, ഇനി മേലാ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനൊരു കള്ളം പറഞ്ഞത്. എൻ്റെ ദൈവമേ, എന്നോട് പൊറുക്കണേ.